അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. ഇനി നമ്മൾ ഹയർ സെക്കൻഡറി +1 ക്ലാസ്സിലെ സന്ദർശനം എന്നുള്ള കവിതയും അതിനു മുന്നേ എന്താ പറയുക ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നുള്ള ഒരു കടൽക്കാക്കയെ കുറിച്ചൊക്കെ ഉള്ളത് റിച്ചാർഡ് ബാക്കിൻ്റെ ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്കയെ കുറിച്ചുള്ള കഥയൊക്കെ നമ്മൾ വെച്ച് ഡേവിഡ് ലിവിങ്സ്റ്റൺ അല്ല, ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക, റിച്ചാർഡ് ബാക്കിൻ്റെ ആ കഥ അത് നമ്മൾ പഠിച്ചു. സന്ദർശനം എന്നുള്ള കവിത മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരികയാണ്. അതൊരു കഥയാണ്. ഓർമ്മയുടെ ഞരമ്പ്, KR മീര എഴുതിയ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം KR മീരയെ പരിചയപ്പെടാം. മലയാള ചെറുകഥയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യം. 1970 ഫെബ്രുവരി 19 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനനം. ഓർമ്മയുടെ ഞരമ്പ്, മോഹമഞ്ഞ, ആവേ മരിയ, ഗില്ലറ്റിൻ എന്നീ കഥാസമാഹാരങ്ങളും നേത്രോന്മീലനം, ആ മരത്തെയും മറന്നു ഞാൻ, യൂദാസിന്റെ സുവിശേഷം, മീരാ സാധു, ആരാച്ചാർ എന്നീ നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2009 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ KR മീരയെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇനി നമുക്ക് KR മീര എഴുതിയ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ വായിച്ചു തുടങ്ങാം. ഈ കഥ നിങ്ങളുടെ 2ാമത്തെ അധ്യായമാണ്. ആദ്യത്തെ അധ്യായം ഞാൻ പറഞ്ഞല്ലോ, സന്ദർശനം കവിത. അതിനുശേഷം അടുത്ത ചാപ്റ്ററാണ് ഓർമ്മയുടെ ഞരമ്പ്. അപ്പോൾ KR മീര ഈ കഥയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പം ഒന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃശികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്തു കാണാം. എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോൾ വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പ് പല്ലുസെറ്റ് ദയനീയതയോടെ പുറത്തേക്കുന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷാളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഖദറേ ഉടുക്കൂ. എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കുന്നത് പോലും വലിയ ഫാഷനല്ലേ? പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു. ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു. ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ച് കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. 2ാമത്തെയും 3ാമത്തെയും തട്ടുകളിൽ കുറേ നോട്ട് ബുക്കുകൾ മാത്രം. അപ്പോൾ ഒരു പെൺകുട്ടി ആ വൃദ്ധ കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വന്നു. ആ പെൺകുട്ടിയെ കണ്ട ഉടനെ തന്നെ വൃദ്ധ എന്താ ചോദിച്ചത്? കുട്ടി എഴുതുമോ എന്നാണ് ചോദിച്ചത്. കുട്ടി എഴുതുമോ എന്നാണ് ചോദിച്ചത്. അതിനുശേഷം തൻ്റെതായ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങൾ അവരെങ്ങനെ ഓർമ്മിച്ച് പറയുകയാണ്. അപ്പം അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ, വള്ളത്തോൾ വന്നൊരു സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ള പദം പറഞ്ഞപ്പോൾ വൃദ്ധയുടെ വെപ്പ് പല്ല് സെറ്റ് മുന്നോട്ട് ഉന്തി വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അസ്വസ്ഥതയോടെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളനീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്ന് എല്ലാവർക്കും ഭ്രാന്തല്ലേ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു കാര്യം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടാത്ത മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? സ്വാതന്ത്ര്യം. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന കാര്യങ്ങൾ അതൊരു വല്ലാത്ത ലഹരി തന്നെയാണ്. അപ്പോൾ അതാണ് അന്ന്
ഈ വിദേശ വസ്ത്ര ബഹിഷ്കരണമൊക്കെ നടന്നിട്ടുള്ള കാലഘട്ടം, സ്വാതന്ത്ര്യ സമര കാലഘട്ടം. അതാണ് നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞത്. അതുപോലെ ഖദറെ ഉടുക്കൂ. അപ്പോൾ ഖദർ വസ്ത്രങ്ങൾ മാത്രമാണെന്ന് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെയാണ് വൃദ്ധ ഓർമ്മിച്ച് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മുറിയിലുള്ള കാര്യങ്ങളൊക്കെ ചുറ്റും നോക്കി കാണുകയും മറ്റും ചെയ്തു. അതാണ് പിന്നെ പറഞ്ഞത്. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമ്മാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി, സമ്മേളനത്തിലെ വായിച്ചു. അൽപരാമെങ്ങടെ തൃച്ചാവാടികളിലും കൽപ്പനാ സൂനങ്ങൾ തൻ സൗരഭ്യം. അപ്പോൾ വൃദ്ധ താൻ എഴുതിയ കവിതയുടെ വരികൾ വായിച്ചതാണ്. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ലു സെറ്റുകൾ പുറത്തേക്ക് ഉന്തി. അൽപരാമെങ്ങടെ തൃച്ചാവാടികളിലും കൽപ്പനാ സൂനങ്ങൾ തൻ സൗരഭ്യം. സൂനം എന്ന് പറഞ്ഞാൽ പൂവ്, കൽപ്പന എന്ന് പറഞ്ഞാൽ ഭാവന, സൗരഭ്യം എന്ന് പറഞ്ഞാൽ സുഗന്ധം. അപ്പൊ സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പ് പല്ലു സെറ്റുകൾ ഉണ്ടല്ലോ, ആ പല്ലു സെറ്റുകൾ പുറത്തേക്ക് ഉന്തി. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്ത് തൊണ്ടയിലാരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭക്തി ബഹുമാനങ്ങളോടെ കരം കൂപ്പി. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ച് 2 കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. ഇപ്പൊ വള്ളത്തോൾ പങ്കെടുത്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ല, എന്നിട്ട് ആ കാര്യങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ ആ സമ്മേളനത്തിൽ ഇവിടെ എന്താണ്, ഒരു കവിത ചൊല്ലി. ആര്? നമ്മുടെ വൃദ്ധയുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ്. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവർക്ക് ആ ശ്രമം വിജയിച്ചിട്ടില്ല. അപ്പോൾ ആ സമ്മേളനത്തിൽ ഒരു കവിത വായിച്ച കാര്യം പറഞ്ഞു. അൽപരാമങ്ങളുടെ തൃച്ചാവാടികളിലും കൽപ്പന സൂനങ്ങൾ തൻ സൗരഭ്യം. സൂനം എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം, സൗരഭ്യം സുഗന്ധം. അപ്പോൾ ഈ കവിത ചൊല്ലിയ കുട്ടിയെ, അന്ന് വൃദ്ധ കുട്ടിയാണല്ലോ, കുട്ടിക്കാലത്ത് ചെയ്താണ്, മഹാകവി വള്ളത്തോൾ അനുഗ്രഹിച്ച കാര്യമാണ് ഇവിടെ വൃദ്ധ ഓർമ്മിക്കുന്നത്. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ച് 2 കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. സരസ്വതി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, സരസ്വതി എന്ന് പറയുന്നത് സരസ്വതി ദേവി. കാരണം വിദ്യാ ദേവതയാണ് സരസ്വതി, അറിവുള്ള അവര്. അപ്പൊ സരസ്വതിയുടെ കടാക്ഷം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത്. വൃദ്ധ വള്ളത്തോളിന്റെ കരങ്ങൾ പതിഞ്ഞ് സ്വന്തം തലയിൽ അരുമയായി തഴുകി. നരച്ച മുടികൾക്കു താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്തു കടന്നു വന്ന് മുറിയിൽ കോലാഹലമുയർത്തി. മങ്ങിയ വിരിയിട്ട മേശമേൽ ഇരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണു ഉരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. അപ്പം ആ മുറിയിലുള്ള കാര്യങ്ങൾ, ഒരു കാറ്റ് വന്നപ്പോൾ ആ മുറിയിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മങ്ങിയ വിരിയിട്ട മേശമേലിരുന്ന സ്റ്റീൽ ഫ്ലാസ്ക് ഒന്ന് ചെറുതായി വിറച്ചു. പിന്നെ അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണ് ഉരുണ്ടു. അപ്പോൾ എന്തുണ്ടായി? ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധം ആ മുറിയിൽ ഉയർന്നു. അതുപോലെ എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ ഗന്ധം ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ സ്വാഭാവികമായ ഒരു സ്വാഭാവികതയുണ്ട് ആ കഥയുടെ ആ സന്ദർഭം. നമ്മൾ ആ മുറിക്കുള്ളിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതി അല്ലേ. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. നമ്മുടെ വൃദ്ധ വീണ്ടും ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അന്ന് എനിക്ക് വെറും 9 വയസ്സ്, വൃദ്ധ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരി അല്ല. കണ്ടാൽ 10-16 വയസ്സിന്റെ വളർച്ചയുണ്ട്. വയസ്സ് എത്രയായിട്ടേ ഉള്ളൂ? 9 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ 10-16 വയസ്സിന്റെ വളർച്ച കാഴ്ചയിലുണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ എന്ന് പറഞ്ഞിട്ട് അവിടെ അർദ്ധോക്തിയിൽ നിർത്തി. പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു. പിന്നെ നേരിയതിന്റെ തുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു കളഞ്ഞു. നേർത്ത ചുവന്ന കരയൻ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത്. വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റു. അവർ പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിന്റെ അടുത്തേക്കാണ് നീങ്ങിയത്.
ഷെൽഫിനരികിലെ കസേരയിൽ ഇരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവം മറിച്ചു നോക്കി. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. അപ്പൊ എന്താണ്, അവർ കഥ താൻ എഴുതിയ അല്ലെങ്കിൽ താൻ 9 വയസ്സായിരുന്ന സമയത്ത് തനിക്ക് തന്റെ പ്രായത്തെക്കുറിച്ച്, തന്റെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ വളർച്ച തനിക്കുണ്ടായിരുന്നു സൂചിപ്പിച്ചു. അതിനുശേഷം വൃദ്ധ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ എന്ന് പറഞ്ഞ അർത്ഥോക്തിയിൽ നിർത്തി. പിന്നെ അവർ ചെയ്തത് എന്തൊക്കെയോ അസ്വസ്ഥതയോടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വേഗം ഇരുന്നിടത്തുനിന്ന് പ്രാഞ്ചി എഴുന്നേറ്റ് മുറിയുടെ മൂലയിലുള്ള ഷെൽഫിന്റെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പ്രാഞ്ചി മൂലയിലുള്ള ഷെൽഫിന്റെ അടുത്തേക്ക് നീങ്ങി അവിടെ ഇട്ടിരുന്ന ആ ഷെൽഫിനരികിൽ ഇട്ടിരുന്ന കസേരയിൽ ഇരുന്ന് അവരെന്ത് ചെയ്തു, ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവ്വം മറിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ആ പെൺകുട്ടിക്ക് തോന്നി ആ കസേര സ്ഥിരമായി അവിടെ ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും ആ പെൺകുട്ടിക്ക് തോന്നി. ഇതല്ല, ചോന്ന ചട്ടയുള്ള ബുക്കാ. ഒരു ബുക്ക് എടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു. പെൺകുട്ടി ഒന്നും ഞെട്ടി. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത്. എനിക്കുമുണ്ടായിരുന്നു ഇടയ്ക്ക്. അവർ മറ്റൊരു ബുക്ക് എടുത്ത് നിർത്തു എന്ന് വെച്ചാൽ ആ പുസ്തകം കുറെ ദിവസമായിട്ടിരിക്കുന്ന പുസ്തകത്തെ പൊടിയുള്ള പുസ്തകമാവും. പുസ്തകം നിവർത്തിയപ്പോൾ ആ പൊടി പാറി വന്ന് ആ പെൺകുട്ടി എന്ത് ചെയ്തു, പൊടി അടിച്ചിട്ട് ആ പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. അപ്പൊ അവള് തുമ്മുന്നത് കണ്ടപ്പോൾ വൃദ്ധ എന്താ പറഞ്ഞത്, എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ തുമ്മൽ, എനിക്കും ഉണ്ടായിരുന്നു. അവർ മറ്റൊരു ബുക്ക് എടുത്ത് നിവർത്തു. അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത്? തുമ്മല് കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകവുമൊക്കെ അടുക്കി വെക്കാൻ മടിയായി. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ. ഇവിടുള്ള ആളിന് പഴയ കടലാസ് കാണണതേ അരിശമായിരുന്നു. എല്ലാം അടുക്കി വെക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. ഈ ഇവിടുള്ള ആളെന്ന് പറഞ്ഞാൽ ആരെയാണ്? വൃദ്ധയുടെ ഭർത്താവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മുറി എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം അല്ലെ. പഴയ കടലാസ് കാണുന്നതേ അരിശമായിരുന്നു. എല്ലാം അടുക്കി വെക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരി ഇടണം. അവരുടെ നിശ്വാസം നിന്ന് വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനൊരു ആവശ്യം ഉണ്ടാവുമെന്ന് ആര് കണ്ടു? അപ്പൊ സ്വയം പറയുകയാണ്, വയസ്സുകാലത്ത് ഇങ്ങനൊരു ആവശ്യം ഉണ്ടാവുമെന്ന് ആര് കണ്ടു? അതൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, അത് അടയാളപ്പെടുത്തിയിടുക. അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള ഇതിന്റെ സൂചന. ഓരോരുത്തരുടെയും ചിന്താഗതികൾ, വ്യത്യസ്തമായ അവസ്ഥ, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞ ആര് കാണുന്നു അല്ലേ. വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു? ആ ഒരു സംസാരം പെൺകുട്ടിയുടെ ഹൃദയത്തിൽ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്തത് എടുത്തു. ആദ്യത്തെ കഥ എഴുതണ സമയത്ത് ഇവിടുള്ള ആള് ജയിലില്ല. ഇവിടുള്ള ആള് എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പൊ ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടുള്ള ആള് ജയിലില്ല. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പുപല്ലുകൾ ബീഭത്സമായി ഇളകി. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു. വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണ് പതിച്ചു. അപ്പോൾ ആ പെൺകുട്ടി വിവാഹിതയാണെന്നും അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി, ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണ് മരിച്ചു. ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നതാണ് കഥയില്. വൃദ്ധ അടുത്ത ബുക്ക് എടുത്ത് നിവർത്തുകയായിരുന്നു. രാമൻകുട്ടിയുടെ പഴയ നോട്ട് ബുക്ക്. ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ഈ മുറിയുടെ മൂലയില് വിളക്കു കത്തിച്ചു വെച്ചിരുന്ന് എഴുതിയ കഥ. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും. ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മ. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം എന്ന് അമ്മ ചോദിക്കും. എന്ന് വെച്ചാൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്താ തറവാട്ടിലേക്ക് പ്രയോജനം എന്ന് അമ്മ ചോദിക്കും. അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു.
സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്രേ. ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. അവർ പേജുകൾ പതുക്കെ മറിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ ഓർത്തെടുത്തത് പറഞ്ഞത്. അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണത്. പെണ്ണായാൽ എന്താണ്? ചോറും കറിയും വെക്കണം, പ്രസവിക്കണം. ഇത്രയാണ് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി എന്നുള്ള മട്ടിലാണ് പഴയ ആളുകളുടെ ഒരു കാഴ്ചപ്പാടിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവർ പേജുകൾ പതുക്കെ മറിച്ചു. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാ. അവൻ രാമനെ പോലെ വളരട്ടെന്നു പറഞ്ഞു. അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഓർത്തു, ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്തിനാ വെറുതെ ഒരു കലശൽ? രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ? എന്നുവെച്ചാൽ കുട്ടിക്ക് ആദ്യത്തെ മകന്, ആദ്യമായി പ്രസവിച്ച ആദ്യത്തെ കുട്ടി. അപ്പം അതാണ് മൂത്ത മകന് എന്തെങ്കിലും പേരിടാൻ അത് ഭർത്താവ് തന്നെ തീരുമാനിച്ചു. അയാൾക്ക് ഇഷ്ടപ്പെട്ട പേരിട്ടു. അവിടെ വൃദ്ധയുടെ ആഗ്രഹം എന്തായിരുന്നു? രവീന്ദ്രനാഥ് എന്ന് പേരിടണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം നടന്നില്ല. എന്നാൽ എന്താണ് അപ്പോൾ അവർ ഓർത്തത്? ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്തിനാ വെറുതെ ഒരു കലശൽ? രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ? അങ്ങനെ ആ വൃദ്ധ സമാധാനിച്ചു. അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല. ശ്രീകുമാരി എന്നാ അദ്ദേഹം പേരിട്ടത്. രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് കുട്ടികളുണ്ടാവുമ്പോൾ ആണെങ്കിൽ രവീന്ദ്രനാഥ് എന്ന് ഇടണം, പെണ്ണെങ്കിൽ മൃണാളിനീന്ന്. ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ്? ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി. കാരണം എന്താണ്? ആ പല്ല് സെറ്റ്, വെപ്പ് പല്ല് സെറ്റ് ഉണ്ടല്ലോ, ആ പല്ല് സെറ്റ് മുന്നോട്ട് ഉന്തി വരുന്നത് കാണാൻ പെൺകുട്ടിക്ക് വയ്യ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി. എങ്കിലും പെൺകുട്ടിക്ക് വൃദ്ധയോടെ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. തുടക്കത്തിലൊരു ഈർഷ്യൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം എന്താണ്? ഈ വൃദ്ധ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് കേട്ട് പെൺകുട്ടിക്ക് വൃദ്ധയോട് ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെ കുറിച്ചായിരുന്നു. സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി. എങ്ങാനും ഇളകുന്നുണ്ടോ? പെൺകുട്ടിക്ക് സ്വയം തന്നെ തോന്നുകയാണ്, തൻ്റെ പല്ല് എവിടുന്ന് ഇളകുന്നുണ്ടോ? വൃദ്ധയുടെ പല്ല് ഇളകുന്നത് കണ്ട് പെൺകുട്ടി സ്വയം എന്ത് ചെയ്തു? തൻ്റെ പല്ലുകൾ എന്ത് ചെയ്തു? നാവുകൊണ്ട് തടവി. വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുത്ത് നിവർത്തി. അത് ഇവിടുള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ജയിലിൽ നിന്ന് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി. വൃദ്ധയുടെ മുഖം മങ്ങിയിരുന്നു. പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്ന് എടുത്തു. ഇതുപോലെയുള്ളൊരു ബുക്കായിരുന്നു. ദാ ഇങ്ങനെ തന്നെ നീല വരയുള്ള ബുക്ക്. അതിൽ മുകളിൽ ഞാൻ ഓം എന്ന് എഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത്. രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്നെഴുതി. രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെ ആൾ ഡൽഹിയിലാണ് MP ആയിട്ട്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിലൊക്കെ കിടന്ന ആളാണ്. പിന്നീട് പിന്നീടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത കഥ എഴുതുന്ന സമയത്ത് ഇവിടെയുള്ള ആള് ഡൽഹിയിലെ എന്താണത്? ഡൽഹി പോകാൻ കാരണം MP ആയിട്ട്. MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലേ? അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു. ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നെ കൊണ്ടുപോയില്ല. പിന്നെ ആവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വലിയ ഒഴിവിന് കുട്ടികളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും? അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ വൃദ്ധയ്ക്ക് ആ കുട്ടി തൻ്റെ ആ യൗവന കാലഘട്ടത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ പറ്റിയില്ല, നടന്നില്ല. അതും ഭർത്താവ് ഡൽഹിയിൽ MP ആയിട്ടിരിക്കുകയാണ്. ഡൽഹി കാണാൻ പോയി, കുട്ടികളെയും അമ്മയെ ഒക്കെ കൊണ്ടുപോയി. പക്ഷേ ഭാര്യയെ കൊണ്ടുപോയില്ല. അതാണ് എന്ത് പറഞ്ഞാൽ ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല.
വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പം ഒന്ന് ആഞ്ഞിരുന്നു. അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ. ഇപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് കൂടുതൽ താല്പര്യം തോന്നി. എന്തായിരുന്നു അത്? പെൺകുട്ടി ചോദിച്ചു. ഒരു സാഹിത്യകാരി. അവള് കഥ എഴുതി ആണുങ്ങളുടെ കള്ളപ്പേരില് പത്രമാസികകൾക്ക് അയച്ചു കൊടുക്കുന്നു. ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകള് അന്വേഷിച്ചു പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, ഓ, അത് ഞാൻ എഴുതിയതു തന്നെ. വൃദ്ധ കൃത്രിമമായ കൊച്ചരി പല്ലുകൾ കാട്ടി ചിരിച്ചു. ഓരോരോ മോഹങ്ങള്. മനസ്സിലായല്ലേ? ഒരു സാഹിത്യകാരി സ്വന്തം പേര് അവിടെ മറച്ചു വെച്ച് ഒരു ആണിന്റെ പേരിൽ കഥ എഴുതി, അതിന് സമ്മാനം കിട്ടി. അത് അന്വേഷിച്ച് പിടിച്ച് വീട്ടിലെത്തിയ ആളുകളോട് എന്താണ് പറഞ്ഞത്? ഭർത്താവ് എന്ത് പറഞ്ഞു? അത് ഞാൻ എഴുതിയ കഥ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സ്വന്തം പേര് വെച്ച് പോലും അന്ന് എന്തെങ്കിലും ഒന്ന് എഴുതാനോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാനോ കഴിയാത്തൊരു കാലഘട്ടത്തിന്റെ ചിത്രമാണ് ഇവിടെ വൃദ്ധ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നത്. അവർ ബുക്ക് തിരിച്ചു വെച്ച മറ്റൊന്നെടുത്തപ്പോൾ പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. അവൾ ജനാലയഴികളിൽ ചാരി വൃദ്ധയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. മൂന്നാമത്തെ കഥയോ? അവൾ ചോദിച്ചു. വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പത്മാക്ഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു. വല്യമ്മേ, ഓ തുടങ്ങിയോ പരീക്ഷയ്ക്കു പഠിക്കാൻ? പത്മാക്ഷി പരിഹാസം കലർന്ന സ്വരത്തിൽ ഒച്ചവെച്ചു. എത്ര നാളായിട്ട് പഠിക്കുന്നതാ? ഇതെന്നാ ഒന്ന് തീരുന്നത്? അവർ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകൾ അടച്ചു കാട്ടിയിട്ട് പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ചു. ഒരു ചെറിയ ചരുവത്തിൽ കഞ്ഞി, അതൊഴിച്ചു കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരന്ന സ്റ്റീൽ പാത്രം, ഒരു ചെറിയ പാത്രത്തിൽ 2 പപ്പടം. വല്യമ്മേ, ഒന്നും കഴിക്കണ്ടായോ? കഞ്ഞിയും കുടിച്ചിട്ട് ഉച്ചക്കലത്തെ മരുന്നും കഴിച്ചിട്ട് കേറി ഒന്ന് കിടന്നുറങ്ങിക്കേ. എണീറ്റൊരു ദേഹം തുടച്ചു തരാം. ഒച്ചയെടുക്കാതെ പെണ്ണെ, വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു. എനിക്കു കേൾക്കാം. ഓ, എനിക്കിരിക്കട്ടെ കുറ്റം. പത്മാക്ഷിയുടെ മുഖത്തെ തടിച്ച പേശികൾ നിന്ദയോടെ ചലിച്ചു. അവർ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. മോളെന്താ കല്യാണത്തിന് പോകാഞ്ഞത്? അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു. ശ്രീമോൻ കുറെ നിർബന്ധിച്ചതല്ലയോ? പുതുപ്പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല. വൃദ്ധ വെറുതെ ചിരിച്ചു. പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. വൃദ്ധ പക്ഷേ നിശബ്ദയായിരുന്നു. പത്മാക്ഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു. പിന്നെ വാഷ് ബേസിനരികിലേക്ക് നടന്നു. പല്ലു സെറ്റ് ഊരിക്കഴുകി വാഷ് ബേസിനരികിൽ വെച്ച കുപ്പി ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട ടവലിൽ കയ്യും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു വന്നു. പത്മാക്ഷി മേശമേലിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഗുളികയും ഗ്ലാസ്സിൽ വെള്ളവും പകർന്നെടുത്തു നീട്ടിയത് അവർ വാങ്ങി. ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ടിറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു. ഗുളിക വയലറ്റ് നിറമുള്ള വലിയ ഞരമ്പിനോട് തെല്ലുനേര മൽപ്പിടുത്തം നടത്തി. പിന്നെ മെല്ലെ അപ്രത്യക്ഷമായി. അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലിലേക്ക് ചരിഞ്ഞു. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ പഴയൊരു ബുക്കുണ്ടായിരുന്നു. ഓർമ്മ പോയേ പിന്നെ അത് തപ്പി നടക്കുക, പത്മാക്ഷി രഹസ്യമായി പറഞ്ഞു. മച്ചിന്റെ മുകളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും. ഒടുവിൽ സഹികെട്ട് ഇവിടെ രാധേച്ചി ശ്രീമോന്റെയും മീനുമോളുടെയും പഴയ കുറെ ബുക്കെടുത്ത് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആശ്വാസമായി. അത് ഓരോന്നും എടുത്ത് മറച്ചു നോക്കി ഇരുന്നോളും. പെൺകുട്ടി ഒന്ന് നെടുവീർപ്പിട്ടുപോയി. മോള് പോരെ, ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും. വൈകിട്ട് 5 വരെ ഈ കിടപ്പാ. അവർ പാത്രങ്ങൾ എടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു. മൂന്നാമത്തെ കഥ പെൺകുട്ടി സ്വയം അറിയാതെ വീണ്ടും ചോദിച്ചു. വൃദ്ധ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ടു നിർണയിച്ചു. പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, ദുർമരണം. പെൺകുട്ടിക്ക് മനസ്സിലായില്ല. കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ വീഴണം. അവർ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു. അത് ആരറിഞ്ഞു? പെൺകുട്ടിക്ക് ഭയം പോലൊരു വികാരം കൊണ്ട് ശരീരം കോരിത്തരിച്ചു. ഞരമ്പു തെറ്റരുത്, അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. തെറ്റിയാൽ ഓർമ്മ പോകും. വൃദ്ധ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാത്രി
ഏറെ വൈകി ശ്രീജിത്ത് തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ കഴുത്തു നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. ഒരു ഞരമ്പ്, അവൾ വേവലാതിയോടെ പറഞ്ഞു. ഓർമ്മയുടെ ഞരമ്പ്. അപ്പൊ നമ്മുടെ കഥ, ഇതിന്റെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.